ഹലോ, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ചുമയൊക്കെയുണ്ട്. കാരണം ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടോ എന്തുകൊണ്ടോ ചുമ പെട്ടു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. എന്നാലും വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ എനിക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൗതം ഗംഭീർ ന്റെ ക്യാപ്റ്റൻസിയിൽ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം കോഹ്ലിയും രോഹിത് ശർമ്മയും യുടെ കാര്യം വളരെ പ്രശ്നമാണ്. ഈ ഇന്ത്യൻ ടീമിന്റെ ഒരു പുതിയ കളിക്കാരെയാണ് കൂടുതലും ഗൗതം ഗംഭീർ കൂടുതലും ടീമിൽ എടുക്കുന്നത്. ഇപ്പൊ സഞ്ജു സാംസൺ ആയാലും അവരെയൊക്കെ ടീമിൽ എടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ തന്നെ നമ്മുടെ ഗൗതം ഗംഭീറും ഗില്ല് ക്യാപ്റ്റൻസി ആയതിനു ശേഷം ടീമിൽ വളരെയധികം ചേഞ്ചസുകളും എല്ലാം വന്നിട്ടുണ്ട്. രവീന്ദ്ര ജഡേജയെ T20 കളിപ്പിച്ചില്ല. മാത്രമല്ല, കോഹ്ലിയുടെ ഫസ്റ്റ് 2 മാച്ചിലുള്ള ഡക്കും അതിനുശേഷം കോഹ്ലിയും രോഹിത് ശർമ്മയും കളിച്ചു ജയിച്ചാലും ഇന്ത്യ ജയിച്ചു. എന്നാലും ഇതിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ചിനെയും അതുപോലെയുള്ള സെലക്ഷൻ കമ്മിറ്റിയും വളരെയധികം കെയറായി ടീമിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും കളിപ്പിക്കണം. അവരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് വളരെ മോശമായി തീരുമെന്നാണ് എൻ്റെ അഭിപ്രായം. പകരം കോച്ചായ ഗൗതം ഗംഭീറിനെ മാറ്റി MS ധോണിയെ കോച്ചാക്കി എടുക്കുകയാണെങ്കിൽ അത് ടീമിന് വളരെയധികം ഗുണമുണ്ടാകും. ഗില്ലിനെ ക്യാപ്റ്റൻസി ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻസി കൊടുത്ത് ടീമിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഹ്ലി ഇനിയുള്ള കഴിഞ്ഞ 2 കളിയിൽ ഡക്കായത് കാരണം ഞാൻ വിചാരിച്ചു ഇനിയുള്ള കളിയും ഡക്കായി കോഹ്ലിയുടെ കാര്യം തീരുമാനമുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കോഹ്ലി തിരിച്ചു 3-ാമത്തെ കളിയിൽ നല്ല അത്ഭുതകരമായ ഒരു 50യോടുകൂടി കോഹ്ലി തിരിച്ചു വന്നിരിക്കുകയാണ്. കോഹ്ലിയുടെ ആ പഴയ ഷോട്ടുകളും ഫ്ലിപ്പും പുൾ ഷോട്ടും എല്ലാം വളരെ നന്നായി കളിച്ചിരിക്കുകയാണ്. കോഹ്ലിയുടെ ഏറ്റവും പറയാനുള്ള ഒരു സ്ട്രൈക്ക് എന്താണെന്ന് വെച്ചാൽ ഓഫ് സൈഡ് ഡ്രൈവ് ആണ്. അത് തന്നെയാണ് കോഹ്ലിയുടെ പോരായ്മയും. കോഹ്ലിയുടെ വീക്ക്നെസ്സും അതാണ്. എന്നാൽ കോഹ്ലിയുടെ പ്ലസ് പോയിന്റും അതാണ്. കോഹ്ലി കുറച്ചൊക്കെ സൂക്ഷിച്ച് അങ്ങനെയുള്ള ബോളുകളെല്ലാം ഫേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിനെയെല്ലാം നല്ല രീതിയിൽ കൈകാര്യം കളിക്കാനുള്ള ഒരു പ്രാപ്തി നേടേണ്ടതാണ്. കഴിഞ്ഞ ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റിൽ തന്നെ അത് നമ്മൾ കണ്ടതാണ്. കോഹ്ലി 80-70% ഔട്ടാവുന്നത് അങ്ങനെയുള്ള ബോളുകളിലാണ്. അത് കോഹ്ലി വളരെയധികം സീരിയസ് ആയി നോക്കേണ്ടതാണ്. കാരണം ബൗളർമാർക്ക് കോഹ്ലിയുടെ വീക്ക്നെസ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കോഹ്ലിയെ വിക്കറ്റ് എടുക്കാൻ വളരെ ഈസി ആയി തീരും. കോഹ്ലി കുറച്ചൊക്കെ ആ പഴയ ഒരു വീര്യവും പഴയ ഒരു അഗ്രസീവും എല്ലാം കോഹ്ലി തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോഴത്തെ കോഹ്ലി ഒരു പാവമായ ഒരു കോഹ്ലിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കോഹ്ലിയെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ജനങ്ങൾക്ക് കോഹ്ലിയുടെ അഗ്രസീവും അതുപോലെ ആ പഴയ ഒരു വീര്യവും കോഹ്ലിയിലേക്ക് വരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന വേൾഡ് കപ്പിൽ കോഹ്ലിയുടെ മിന്നും പ്രകടനവും അതുപോലെ തന്നെ ഇന്ത്യ 2027 മഹത്തായ വേൾഡ് കപ്പ് ഉയർത്തുന്ന ആ ഒരു
മുഹൂർത്തത്തിനുമായി ഇന്ത്യൻ ജനത ഒന്നാകെ കാത്തിരിക്കുകയാണ്. ഞാനും. താങ്ക് യു.